ഗൈസ്, ഇന്ന് നമ്മൾ കർക്കിടക സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയത് ഉലുവച്ചോറാണ്. അപ്പോൾ ഉലുവയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രമേഹം കൺട്രോൾ ചെയ്യാനും മുടി വളർച്ചയ്ക്കും അതുപോലെ ദഹനത്തിനൊക്കെ വളരെ അധികം യൂസ്ഫുള്ളാണ് ഉലുവ. അപ്പോൾ ദിവസവും ഉലുവ ഇട്ട വെള്ളം തിളപ്പിച്ച് കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ കുറയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പണ്ടുള്ളവരൊക്കെ പറയും ഊരവേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ഉലുവ. അതുകൊണ്ട് ഞങ്ങളെ വീട്ടിലെ അമ്മയൊക്കെ ഉലുവൻ്റെ ചോറൊക്കെ ആദ്യം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എന്തായാലും ഇന്ന് ഞാൻ ആ സെയിം രീതിയിലുള്ള ഒരു ഉലുവ ചോറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് 1 കപ്പ് ഉലുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചുള്ള പോലെ ഉണ്ടാവും, പക്ഷേ ഇതൊരു 4-5 പേർക്ക് കഴിക്കാണ്ടാവേ. ഇതിൽ നമ്മൾ വേറെ ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇത് വെള്ളമൊഴിച്ച് കുതിർത്തി വെക്കുകയാണ്. ഇത് രാത്രിയാണ് ഞാൻ കുതിർത്തി വെക്കുന്നത്. എന്നിട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് വാഷ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് രാവിലെ കാണാം. ഓക്കെ, മോർണിംഗ് ആയിട്ടോ. ഞാനിതാ തുറന്ന് നോക്കി, ഉലുവക്കതാ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. തൊട്ടപ്പം തന്നെ നല്ലൊരു കൊഴുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒന്നും കൂടെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെക്കുക. അങ്ങനെ ഇതാ ഉലുവക്കഥ നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഒരു ചട്ടിയിലാണ് അടുപ്പത്ത് വെക്കുന്നത്. ഇത് പെട്ടെന്ന് വേവും കേട്ടോ, രാത്രി കുതിർത്ത് വെച്ചതായതുകൊണ്ട്. ഇനി നമ്മൾ ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ അടുപ്പത്ത് വെക്കുകയാണ്. ഗ്യാസൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചരി എടുക്കുന്നുണ്ട്. ഉലുവ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ പച്ചരി എടുക്കുന്നത്. അപ്പോൾ ഉലുവ ഒരു ഹാഫ് കുക്കായതിന് ശേഷം മാത്രം പച്ചരി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ തുറന്ന് നോക്കി അടിയൊന്ന് ഇളക്കി കൊടുത്ത് ഉലുവ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചരി നന്നാക്കി വാഷ് ചെയ്തിട്ട് ഉലുവൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഈ സമയത്ത് നമുക്ക് വെള്ളം പോരായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം വേവിച്ചാൽ മതി. പിന്നെ അടി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിലേക്ക് ഞാനിത് 2 വലിയ ശർക്കര എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉലുവൻ്റെ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കി, ഉലുവൊക്കെ നന്നാക്കി വെന്തിട്ടുണ്ട്. ഉലുവയും പച്ചരിയൊക്കെ സെയിം വേവിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നാക്കി വറ്റിയിട്ടുണ്ട്. ഞാൻ ശർക്കര നന്നാക്കി പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ശർക്കര ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമ്മുടെ ഉലുവച്ചോറ് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിൽ വരെ. അപ്പോൾ ഇത് അടി പിടിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നാക്കി ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് എല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഒക്കെ നന്നാക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നാക്കി അമർത്തിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ശർക്കരയും തേങ്ങയും ഉലുവയും ഒക്കെ നന്നാക്കി ഒന്ന് സെറ്റായി വരിക. അപ്പോൾ രാവിലെ മഴയാണ്, ഞാൻ ഒരു വാഴൻ്റെ ഇല എത്തിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടോടെ ഇലയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, ഇലേൻ്റെ ഒരു ടേസ്റ്റും വരുമല്ലോ. അങ്ങനത്തെ 2-3 പീസ് ഇലയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇലക്കഥ നന്നാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇതാ ഉലുവച്ചോറ് സെർവ് ചെയ്യാൻ പോവാണ്. മൂടി തുറക്കുമ്പോണ്ടല്ലോ നമ്മൾ മധുരച്ചോറ് ഉണ്ടാക്കില്ല, അതേ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ, നല്ല മധുരം ഉണ്ട് കേട്ടോ. നമുക്ക് ഉലുവേൻ്റെ ആ കയ്പൊന്നും അറിയില്ല കേട്ടോ, നമ്മളിങ്ങനെ വെറുതെ കഴിച്ചു പോയിട്ടോ. അപ്പോൾ നമ്മളിതാ ഉലുവച്ചോറും കട്ടൻ ചായയും കഴിക്കാൻ പോവാണേ. ഓക്കെ, ഇത്രയും മതി കേട്ടോ. നമ്മളിത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മഴയെല്ലാം ആസ്വദിച്ചിട്ട് ഉലുവച്ചോറ് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.